എൻ്റെ പൊന്നെ, പ്രവാസികളായ ഓരോരുത്തരുടെ ഓരോ ആഗ്രഹങ്ങളായിരിക്കും അല്ലെ. ഇങ്ങനെ ഒരു മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുക അല്ലേ. ഇതൊക്കെ എന്ന് പറഞ്ഞ ആ സ്പോട്ടിലേക്ക് കിട്ടുമല്ലേ. ഇത് മിസ്സായി പോയത് പോയി കിട്ടി എങ്ങനെയായാലും ഞാനതൊക്കെ ആ സ്പോട്ടിൽ തന്നെ എടുത്തുട്ടോ. ഇതൊക്കെ ഒരു ഓർമ്മകളായി അവിടെ കിടക്കട്ടെ. ഇനി എല്ലാവർക്കും എന്നെ കാണുന്നില്ലല്ലോ വീഡിയോയിൽ നിന്നായിരിക്കും. എന്നെ എങ്ങനെ കാണാൻ, ഞാനല്ലേ വീഡിയോ എടുക്കുന്നത്. എന്നാലും ചിലയിടങ്ങളിലൊക്കെ ഞാനും ഉണ്ട് കേട്ടോ. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ എന്ത് വിഷമമുണ്ടെന്നുണ്ടെങ്കിലും ഒതുക്കി പിടിച്ച് ജീവിക്കുന്നവരല്ലേ. സ്വന്തം ഭാര്യയെയും കുട്ടികളെയും ഉമ്മാനെയും ഒക്കെ വിട്ടു നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെ ഉണ്ടാകൂലേ. എന്ത് ചെയ്യാനും പ്രവാസികളായി പോയില്ലേ. എങ്ങനെയായാലും വരുമ്പോഴത്തെ സന്തോഷം പോകുമ്പോൾ ഉണ്ടാവില്ലേ അല്ലേ. വരുമ്പോൾ ഇതിനൊരു സന്തോഷം വേറെയാണ്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ എണീറ്റിട്ട് ദോശയും പൊട്ടാറ്റോ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വ്യാഴാഴ്ച എൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ആങ്ങളെ വരികയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിന് കേട്ടോ നമ്മളെല്ലാവരും. അപ്പോൾ ഉച്ചക്ക് മാത്രം ഫുഡ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാനൊരു ഇത്തിരി നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടായിരുന്നു, അത് അങ്ങോട്ടുണ്ട് വിസിലടിപ്പിക്കാൻ വെച്ചു. പിന്നെ പാപ്പടമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഷിബിലി മോൻക്കും ഫിനുമോൾക്കും അത് കൊടുത്തയക്കാമെന്ന് വെച്ചു. അങ്ങനെ അത് അവിടെ വെച്ചുകൊണ്ട് അടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ്റിൽക്ക് ചിക്കൻ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഷിബിലി മോന് പറഞ്ഞിരുന്നു പിന്നെ മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ മുട്ട അതിൽക്കൊന്ന് ചിക്കിയിടാന്ന് വെച്ചു. അതും പപ്പടം കൂടി സ്കൂളിലേക്ക് കൊടുത്തയക്കാമെന്ന് വെച്ചു. ഒരു നേരത്തിനാവും പിന്നെ അങ്ങനെയൊക്കെ പോരെ. ചിക്കൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അവർക്ക് മുട്ട അതിൽ ഒന്ന് ചിക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അങ്ങനെയും കഴിക്കൂട്ടെ. പിന്നെ നമുക്ക് ആർക്കും തന്നെ പിന്നെ ചിക്കൻ വേണമെന്നൊന്നുമില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇക്കണെന്നുണ്ടെങ്കിലും കഴിക്കൂട്ടെ. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ നമ്മളെ വീട്ടിൽ. അപ്പോൾ ഇന്ന് സന്തോഷം നിറഞ്ഞ നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആങ്ങളെ പോയിട്ട് 1 വർഷവും 4 മാസത്തോളമായിട്ട്. അപ്പോൾ അവനത് എണ്ണിക്കൊണ്ടിരുന്ന ദിവസങ്ങൾ ഇതങ്ങനെ അടുത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മളെ മക്കളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിളിക്കുമ്പോൾ ചോദിക്കുന്നത് മാമനെ എന്നാ വരെ എത്ര ദിവസം ഉണ്ട് ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ. പിന്നെ അതിലപ്പുറമാണെന്നുണ്ടെങ്കിൽ ആങ്ങളുടെ മക്കളും അവർ അങ്ങനെ തന്നെ ഒക്കെ ചെറിയ ചെറിയ മക്കളല്ലേ. അവർ പിന്നെ അങ്ങനെ തന്നെ അല്ലേ. എങ്ങനെയായാലും വരുമ്പോഴത്തെ സന്തോഷം പോകുമ്പോൾ ഉണ്ടാകില്ലല്ലോ അല്ലേ. അങ്ങനത്തെ നമ്മുടെ നെയ്ച്ചോറും ആയിട്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഷിബിലി മോൻക്കും ഫിനുമോൾക്കും കൂടിയുള്ളത് ഇങ്ങോട്ട് എടുത്തു മാറ്റി വെക്കാണ്. അപ്പോൾ ഇന്ന് ഒരു നേരത്തിനല്ലേ എന്ന് വെച്ചിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയ. ഇതിക്കാകുമ്പോൾ പിന്നെ കൂടുതൽ കറികളൊന്നും വേണ്ടല്ലേ. വെറും ചോറാകുമ്പോൾ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒപ്പിച്ചതാണ്. അപ്പോൾ ഒരു ഇത്തിരി വെളിച്ചെണ്ണാണ്ട് ഒഴിച്ചുകൊണ്ട് നല്ലോണം ചൂടായതിന് ശേഷം മുട്ടയും ഒരു ഉള്ളിയും ഒരു ഇത്തിരി ഉപ്പ് ഇട്ടുകൊണ്ട് നല്ലോണം ചിക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് വേവിച്ചെടുത്ത നെയ്ച്ചോറില്ലേ അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇങ്ങനെ ആകുമ്പോൾ മക്കൾക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ അത് കണ്ടില്ല റെഡിയായി. അങ്ങനത്തെ നമ്മൾ ഷിബിലി മോർക്ക് ആദ്യം തന്നെ ഉള്ളത് പിന്നെ അവൻ്റെ പാത്രത്തിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ചൂടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അവൻ്റെ പാത്രം വെച്ചുകൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൈ ചൂടാവില്ലേ. അങ്ങനത്തെ അവൻക്കുള്ള റെഡിയാക്കി കൊടുത്തു. പിന്നെ അത് പപ്പടവും ഇട്ട് കൊടുത്തു. ചിക്കനൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ മതി കേട്ടോ. നമ്മളിങ്ങനെ മുട്ടി തട്ടി ഇങ്ങനെ ജീവിച്ച് പോയാൽ മതി. നമുക്ക് ചിക്കൻ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയാലും മതി. നമ്മളെ വീട്ടിൽ എന്താണ് ആ സ്പോട്ടിൽ അത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ടാണ് ഉണ്ടാക്കി കൊടുക്കട്ടെ. ഞാൻ പിന്നെ ഒന്നിനും വെയിറ്റ് ചെയ്യാറില്ല കേട്ടോ. അങ്ങനത്തെ അവൻക്കുള്ള റെഡിയാക്കി കൊടുത്തു. പിന്നെ അതേ അപ്പോഴേക്കും നമ്മളെ ഷിബിലി മോനെ വന്നു ഫ്രഷായി കുളിയൊക്കെ കഴിഞ്ഞു ചായ കുടിക്കുകയാണ് കേട്ടോ. അവൻക്ക് ടൈം വൈകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവൻ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഇനി വൈകുന്നേരത്തെ സീനാട്ടോ കാണുന്നത്. എൻ്റെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനത്തെ വൈകുന്നേരത്തേക്ക് മുട്ടായിരുന്നു. മുട്ടയും കട്ടൻ ചായയും കൂടി ആക്കാമെന്ന് വെച്ചു. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയായാലും ബാലൻസ് വരും. അപ്പോൾ ഇതിന് വേണ്ടി ഒപ്പിച്ചാണ് കേട്ടോ. അവർ വരുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമെന്നേ ഉള്ളൂ. മുട്ടായാലും ഏറ്റവും നല്ലത് തന്നെയല്ലേ. അപ്പോൾ മുട്ടയും കട്ടൻ ചായയും ആക്കാമെന്ന് വെച്ചു. അപ്പോൾ അവർ വരുമ്പോഴേക്കും ഞാനൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ മുട്ട തൊലിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അത് ഷിബിലി മോനും ഫിനുമോളൊക്കെ എത്തിയിട്ടുണ്ട്. ഫിനുമോളാണെന്ന് അതിൻ്റെ സ്മെല്ല് കേട്ടോണ്ട് ഇത് വന്നുകൊണ്ടിരുന്നിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാത്തന്നെ കാണട്ടെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ സ്പോട്ടിൽ തന്നെ ഒരു ലൈക്കും കൂടി കൊടുക്കണം കേട്ടോ. അങ്ങനത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളെല്ലാം കൂടി കഴുകി വെക്കാണ്. അവർ സ്കൂൾ വിട്ട് വന്ന് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. ഇവരിമാർക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളെ ദഫ് പഠിപ്പിക്കാനുണ്ട്, അവൻ്റെ ദഫ് പ്രാക്ടീസ് ചെയ്യാനോട്ടോ. ഇന്ന് പിന്നെ അതൊക്കെ അങ്ങോട്ടുണ്ട് മിസ്സാക്കി. മാമന് വരെയല്ലേ. അപ്പോൾ പിന്നെ ദഫൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കും സമയം ഒരുപാടാവും. അവൻ്റെ ദഫ് കഴിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 8:30 മണിയാവും. അപ്പോൾ അത് നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാവില്ല. ഉമ്മേനെന്നുണ്ടെങ്കിൽ മരുമകൻ വരുന്നത് കാത്തിരിപ്പാണേനു. അപ്പോൾ പിന്നെ അത്രയും ടൈം വെളുക്കാൻ പാടില്ല. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഒക്കെ ക്ലീൻ ആക്കി വെച്ചത് ഞങ്ങളിത് ഇറങ്ങാൻ കേട്ടോ. അപ്പോഴേക്കും വണ്ടി വന്നു. നിങ്ങൾ വിചാരിക്കും എന്താ ഈ ഡ്രസ്സ് തന്നെ ഇട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വണ്ടിയിലല്ലേ പോകുന്നത്. പിന്നെ ഇവിടുന്ന് കൂടുതൽ ദൂരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ കുളിച്ചിട്ട് നല്ല ഡ്രസ്സ് തന്നെ ഇട്ടതായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി റാഹത്തായി വീട്ടിൽ നിന്നും ഇറങ്ങി. ഇക്കാക്കാണെന്നുണ്ടെങ്കിൽ ഭാര്യ വീട്ടിൽ കാണുന്നുണ്ടെങ്കിൽ ആ ഇട്ട ഡ്രസ്സുമ്മ വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും പോയി വരട്ടെ. ഇക്കാക്ക് പിന്നെ ആ വകതൊന്നുമില്ല.
അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വരുന്നില്ല, ഞാൻ എവിടെ നിൽക്കുന്നത് അവിടെ തന്നെ നിങ്ങൾ നിന്നാൽ മതിട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണമല്ലോ. അപ്പോൾ നല്ലൊരു ഹോൾ സൈഡിൻ്റെ കട ഉണ്ട്. നമ്മൾ പോകുന്ന വഴി തന്നെ ഇത് കാടാമ്പുഴക്കടുത്ത് അൽഹുദ സ്കൂളിൻ്റെ ഒക്കെ അവിടെ ആയിട്ടാണ് വരുന്നത്. നല്ല വില കുറവുണ്ട്, നല്ല ഫ്രഷ് സാധനം ആയിക്കോട്ടെ. നമ്മൾ എപ്പോൾ ബേക്കറി വാങ്ങണമെന്നില്ല ഇവിടെ നിന്നാണ് വാങ്ങാറ്. അങ്ങനത്തെ അതൊക്കെ വാങ്ങി വന്ന് രാത്രിക്കത്തെ സീനാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നല്ല ചപ്പാത്തിയും അതുപോലെ തന്നെ പൊറാട്ടും നല്ല ബീഫ് കറിയായിരുന്നു കേട്ടോ ഉമ്മ ഉണ്ടാക്കിയത്. അങ്ങനെ ഇത് നേരെ വെളുത്തതിന് ശേഷമുള്ള സീനാട്ടോ കാണുന്നത്. അതായത് വെള്ളിയാഴ്ച രാവിലെയാണ്. നല്ല കോട മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ എന്തൊക്കെയോ ഓർമ്മ വരും കേട്ടോ. വയനാട്ടിൽ പോയ ഫീലൊക്കെ ഇങ്ങനെ തോന്നും. നമ്മളെ വീടാണ് നമ്മുടെ കൊട്ടാരമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെയൊന്നും കാണാറില്ല അല്ലേ. നമ്മൾ വീട്ടിലത്തെ ക്ലൈമറ്റ് ഒരു വേറെ ആയിരുന്നു. ഇവിടെ ഇങ്ങനെ കേട്ടോ. അപ്പോൾ എനിക്കത് ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നുക. അങ്ങനെ അപ്പോൾ എൻ്റെ ആങ്ങൾ ഇറങ്ങുന്നത് വെള്ളിയാഴ്ച 8:30 രാവിലെ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു 7 മണിക്കാണ്ട വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ഫ്രഷായി ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ കുട്ടി പട്ടാളങ്ങളുണ്ടല്ലേ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ. ആങ്ങൾക്ക് 3 മക്കളാണ്, പിന്നെ നമ്മളുടെ 2 കുട്ടി പട്ടാളങ്ങളും. അങ്ങനെ ഓരോരുത്തരായി റെഡി ആയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഫിനിമോളും ആങ്ങളുടെ ചെറിയ കുട്ടി പട്ടാളമാണ് കേട്ടോ ഈ നിൽക്കുന്നത്. അവർ ഓരോരോ തമാശകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മോളാണ് കേട്ടോ ഇത് ആങ്ങളുടെ. അവളും ഫിനിമോളും കൂടി ഒരാഴ്ചത്തെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. 2 പേരും കൂടി അപ്പുറം റൂമിലായിരുന്നു കേട്ടോ. ഞങ്ങൾ 2 പേരും കൂടി പ്രസവിച്ച് കടന്നിരുന്നു. അമ്മോ അതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയണ്ട. അതിപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കട്ടെന്നല്ലേ. അങ്ങനത്തെ അതോനും ഉമ്മയും ഞാനും എല്ലാവരും കൂടി ഡ്രസ്സൊക്കെ മാറ്റി വണ്ടിക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ട. വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഏൽപ്പിച്ചത് നമ്മളെ ഫിനിമോള് പിന്നെ സ്കൂൾക്ക് പോകില്ലേ ആ വണ്ടിയാട്ടാ ഏൽപ്പിച്ചത്. നമ്മൾ തന്നെയാണ് വണ്ടിയൊക്കെ റെഡിയാക്കിയിട്ടുള്ളത്. ഫിനിമോള് സ്കൂളിൽ പോകുന്ന വണ്ടി ട്രാവലർ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ട്രാവലർ അല്ല കേട്ടോ, ഡ്രൈവർ ക്രൂയിസറും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അൽഹംദുലില്ലാ ആങ്ങളും അതുപോലെ തന്നെ കുട്ടികളും കാത്തിരുന്നു എണ്ണിക്കൊണ്ടിരുന്ന ദിവസങ്ങൾ വന്നെത്തിയിട്ട് അങ്ങനെ നമ്മളിത് പോയിക്കൊണ്ടേയിരിക്കണേ. എൻ്റെ വീട്ടിൽ തന്നെ ഒരു കുഞ്ഞു ഫാമിലി ആട്ടോ. അതായത് ഞാനും കാക്കി മാത്രമായിട്ടേ ഉള്ളൂ. അവനക്ക് 3 കുട്ടികളും എനിക്ക് 2 കൂടെ. അങ്ങനെ ചെറിയൊരു കുഞ്ഞു ഫാമിലി നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ പോകുമ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ അവരെ 8:30 ഇറങ്ങുന്നതാണ് പറഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ പിന്നെ റോഡ് പിന്നെ നല്ല ശരിയാക്കി എടുത്തുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ എത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് കോഴിക്കോട് എയർപോർട്ടിൽ എത്തിക്കൊണ്ടേയിരിക്കട്ടെ. നമ്മളെ ഫിനിമോളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ചോദിക്കട്ടെ മാമനിനി വരെ എത്ര ദിവസം ഉണ്ട് അങ്ങനെ ചോദിക്കാം. അതുപോലെ തന്നെ കേട്ടോ നമ്മുടെ ആങ്ങളുടെ ചെറിയ മോനും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവനിങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ മൈനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവർ പിന്നെ ചെറിയ കുട്ടികളല്ലേ അവർക്ക് പിന്നെ അങ്ങനെയൊക്കെ അല്ലേ ഉള്ളൂ അറിയോ. പിന്നെ ഇടുന്നുണ്ടെങ്കിൽ നമ്മളാങ്ങളെന്നുണ്ടെങ്കിൽ 1 മാസം മുന്നേ പട്ടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ വിളിക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അങ്ങനെ എനിക്കായാലും അവൻ്റെ മക്കൾക്കായാലും ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോഴാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഇത് ഇങ്ങനെ ഹരം കൂടല്ലേ എങ്ങനെയെങ്കിലും ഒന്ന് ഉപ്പച്ചി നാട്ടിലേക്ക് കിട്ടിയാൽ മതി എന്നായിട്ട് ആങ്ങളുടെ മക്കളുടെ അതുപോലെ തന്നെ നമ്മളുടെ ഫിനിമോളുടെയും ഷിരിബിലിമോൻ്റെ ഒക്കെ ഒരേ ഒരു ആഗ്രഹം. എന്താല്ലേ പണ്ടത്തെ കാലത്തൊക്കെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കത്ത് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര പിടിക്കില്ല അതിനൊരു മറുപടി വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു വോയിസ് എന്തെങ്കിലും ഒരു പിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ അതിന് മറുപടി കിട്ടൂലേ. എന്താല്ലേ പണ്ടത്തെ കാലം ഇപ്പോഴത്തെ കാലം കൂടി തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഉമ്മയ്ക്കും വിളിച്ചിട്ട് ഏതാ ഇപ്പോൾ വണ്ടി ഏൽപ്പിക്കാന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷിബിലിമോനെ ഫിനിമോളോ ഒരേ ഒരു ആഗ്രഹം ചെയ്തിട്ട് നമ്മളെ സ്കൂൾ വണ്ടി അതുപോലെ തന്നെ സ്കൂൾ വണ്ടി ഡ്രൈവർക്കാക്കി മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ നിൽക്കുന്നതിന് ഒന്നും നോക്കിയില്ല കേട്ടോ. നമ്മുടെ ഡ്രൈവർ തന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു. ഈ ഓട്ടം പിന്നെ അവർക്ക് അങ്ങോട്ട് കൊടുത്തോ. സ്കൂളിലെ ദിവസം ആയതുകൊണ്ട് ഡ്രൈവർക്കും തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്നാലും സ്കൂൾ വണ്ടിയിൽ അവന് വേറെ ഡ്രൈവറെ ആക്കി കൊടുത്തു. എന്നിട്ട് നമ്മളെ കൂടെ തന്നെ അവന് വന്നു. പിന്നെ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്ന ഡ്രൈവറും കൂടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് അവനക്ക് ഇരിക്കട്ടെ എന്ന് വെച്ചു. ഇവിടെ ഒരു വണ്ടി കണ്ടപ്പോഴാണ് നമ്മളെ ഷിബിലിമോനിക്ക് ഇത് വീഡിയോ എടുത്തിട്ടും തീരുന്നില്ല കേട്ടോ. അപ്പം എന്നെ പിന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ. നല്ല മഞ്ഞ കളറുള്ള ചുരിദാർ ഇട്ടതുകൊണ്ട് കണ്ടില്ല നോക്കി നിൽക്കുന്നു. ഇവരാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു വണ്ടി കണ്ടിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. ആൺകുട്ടികളല്ലേ അവർ പിന്നെ അങ്ങനെ തന്നെ അല്ലേ. അങ്ങനത്തെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി. എൻ്റെ അമ്മോ കണ്ടില്ല ജനങ്ങൾ എന്തോരം ജനങ്ങളാണോ. രാവിലെ ആയതുകൊണ്ട് തന്നെ പ്ലെയിനുകൾ കൂടുതലായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നല്ലോണം തിരക്കുണ്ട്. പിന്നെ അത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് അല്ലേ. കണ്ടില്ലേ ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നല്ലോണം മഴ പെയ്തിട്ടോ. അപ്പോൾ ആ സീനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ആങ്ങളെ വരുന്ന വീഡിയോ ആയതുകൊണ്ട് ഒരു പുള്ളി വിടാതെ തന്നെ എല്ലാ വീഡിയോസും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വരുന്നില്ലേ, എവിടെ നിന്നിട്ടില്ലല്ലോ. നിങ്ങൾ കണ്ടില്ല നിങ്ങൾ പൈലറ്റ് വരുന്ന എന്താല്ലേ ഒരു 1.5 മുതലാണല്ലേ. അത് കണ്ടില്ലേ ഇവരുടെ നാട്ടിൽ വരുന്ന സന്തോഷം കൊണ്ട് എൻ്റെ ക്യാമറ ഓൺ ആക്കിയത് കണ്ടു ഇരിക്കുക ഒരു ഹായ് ഒക്കെ തന്നത് കണ്ടില്ലേ. ഓരോരുത്തരും സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും അച്ഛനെയും അമ്മമാരെയും കുട്ടികളെയും കാണുമുണ്ടാകുന്ന ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ലല്ലേ. എങ്ങനായാലും വരുമ്പോഴത്തെ സന്തോഷം എങ്ങനായാലും പോകുമ്പോഴുണ്ടാവില്ലല്ലേ. അതിന് ഒരു വേറെ ഫീലും ആയിരിക്കില്ലേ. എന്തായാലും ചെയ്യുക പ്രവാസികളായി പോയില്ലേ. അപ്പോൾ പിന്നെ തിരിച്ചു മടങ്ങാതിരിക്കാനും കഴിയില്ലല്ലേ. അപ്പോൾ പ്രവാസികളായ ഓരോ കപ്പിൾസും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ സബ്സ്ക്രൈബിലേക്കും കൂടി ചെയ്യണേ. അങ്ങനത്തെ ഞങ്ങൾ എല്ലാവരും പോയിക്കൊണ്ടേയിരിക്കാം. ഞങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കാത്ത് വെയിറ്റ് ചെയ്ത് മടുത്തുട്ടാ. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ
അവളുടെ ക്ഷമക്ക് അങ്ങനെ വിട്ടോണ്ടിരിക്കുകയാണ്. പിന്നെയാണ് കേട്ടോ ആങ്ങളെ പറഞ്ഞത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ കുറച്ച് ടൈം പിടിക്കുമെന്ന് പറഞ്ഞു. കാരണം അവന് വരുന്ന പ്ലേറ്റേ ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, പിന്നെ വേറെയും 2-3 പ്ലേറ്റുകളൊക്കെ ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു ലഗേജ് കിട്ടാനെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ക്ഷീണിച്ച് അവിടെ ഇവിടെ ഒക്കെ അങ്ങനെ ഇരുന്നിട്ടോ. ആളുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ എയർപോർട്ടിൽ. അവൻ്റെ പൊന്നെ ഇതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ. അങ്ങനെ കാത്തിരുന്നു ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നു നമ്മുടെ ആങ്ങളെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് എത്തിക്കൊണ്ടിരുന്നു. നമ്മുടെ മക്കളാണെന്നുണ്ടെങ്കിലും മാമനി കാത്ത് സ്വീകരിച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് അല്ലേ. ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി എത്രയായിരുന്നു അല്ലേ കാത്തിരിക്കുന്നത്. അവൻ്റെ മോളാണ് കേട്ടോ. അവനെ കണ്ടപ്പോഴേ സന്തോഷം കൊണ്ടുള്ള കരച്ചിലെന്ന് പറയില്ല, അതാണ് കേട്ടോ നമ്മൾ ഇവിടെ ഈ കാണുന്നത്. ലൈവായിട്ട് കണ്ടില്ലേ, അവൾക്ക് സങ്കടം അടക്കി പിടിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ കുഞ്ഞുണ്ണി മാഷും കുട്ടികളും അങ്ങനെ പോവാണ് കേട്ടോ. അവൾ ആ പിടി വിടുന്നേ ഇല്ലല്ലേ. അവൾക്ക് ഉപ്പാനെ കണ്ട സന്തോഷവും സങ്കടവും കൂടിയുണ്ട്. നമ്മുടെ മറ്റു കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടി ചക്കര വിളഞ്ഞുമ്പോ ഈച്ച ഒട്ടി പിടിച്ചിരിക്കില്ല, അതുപോലെ മക്കളെല്ലാരും കൂടി അവന് കൊണ്ടുവരുന്ന പെട്ടിമ ഒട്ടി പിടിച്ചിരിക്കാണ്. എങ്ങനായാലും ഉഷാറായില്ലേ. കാത്തിരുന്നു ഒരുപാട് വെയിറ്റ് ചെയ്തോണ്ടിരുന്നു. എങ്ങനായാലും ഇതാ എത്തിയിട്ട. പിന്നീട് ഞങ്ങൾ കുറച്ച് മുന്നിലായിരുന്നു ഇരുന്നിട്ട്. അപ്പൊ ഉമ്മാനെ കണ്ടിട്ടുള്ള സന്തോഷമാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ എല്ലാവരും കെട്ടിപ്പിടുത്തൊക്കെ കഴിഞ്ഞോണ്ട് ഇറങ്ങാട്ടെ പുറത്തേക്ക്. അതിന്റെ സന്തോഷം പിന്നെ പറയേണ്ടതില്ല. ഞാൻ പിന്നെ കെട്ടിപ്പിടിക്കാനൊന്നും നിന്നില്ല. ഞാൻ പിന്നെ ഒക്കെ ലൈവായിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നു. ഈ ഒരു മുഹൂർത്തം എന്ന് പറയുമ്പോൾ കിട്ടുമ്പോഴല്ലേ കിട്ടുള്ളൂ. കിട്ടി പോയി അതൊക്കെ. അപ്പൊ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ ഏതായാലും അവന് വരുന്നത് നോക്കിക്കൊണ്ടേ. അപ്പോഴേ കാണുന്നുണ്ട് എല്ലാവർക്കും ഒന്നിന് പോകണം വിശക്കുന്നുണ്ട്. ഇതായിരുന്നു കേട്ടോ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ട് അവന് ഇറങ്ങിയപ്പോഴേക്ക് 11 മണിയായിട്ട് 8:30 മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് ലേറ്റ് ആയത് കൊണ്ട് 11 മണിയായിട്ട് അവന് പുറത്ത് ഇറങ്ങിയപ്പോഴേക്ക് ലഗേജൊക്കെ കിട്ടിയപ്പോഴേക്കും എല്ലാവർക്കും നല്ലോണം വിഷമിരുന്നു ചെയ്തിരുന്നു. അപ്പോഴേക്കും ഇതാ വണ്ടി പുറത്തിട്ടതായിരുന്നല്ലോ. വണ്ടിയും വന്നു. പിന്നെ അതേ ലഗേജൊക്കെ കയറ്റാനിട്ട് നമുക്ക് പിന്നെ നല്ല സപ്പോർട്ടാണ് നമ്മുടെ ഡ്രൈവർ. പിന്നെ ഒന്നിനും ഒരു മടിയില്ലാത്ത നമ്മുടെ മരുവനും കൂടി കൂടണ്ടല്ലേ. അപ്പൊ പിന്നെ ഒന്നും കൂടി ഉഷാറായി. ഏതായാലും അളിയൻ വരികയല്ലേ. അങ്ങനത്തെ എല്ലാവരും കൂടി വീട്ടിലേക്ക് തിരിച്ചുട്ടാ. പിന്നെയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം കൂടിയല്ലേ, ജുമയും കൂടി ഉള്ളതാണ്. അപ്പോഴേക്ക് വീട്ടിൽ എത്തും വേണം, ആ ഒരു ഇതും കൂടിയുണ്ട്. അങ്ങനത്തെ പെട്ടെന്ന് തന്നെ ഒരു കടയിൽ കയറിയിട്ടാ. അപ്പൊ അവിടുന്ന് നെയ്റോസ്റ്റാണ് അവിടെ ഉള്ളത്. അപ്പൊ അത് മതിയെന്ന് പറഞ്ഞു. ഉള്ളത് എന്താ അത് മതിയെന്ന് പറഞ്ഞിട്ടാ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ അവർ ആ സ്പോട്ടിൽ ഉണ്ടാക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആയത് പിന്നെ ഓരോരുത്തർക്ക് അങ്ങനെ കൊടുക്കുകയാണെ. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷപ്പുമായിരുന്നു കേട്ടോ. അപ്പൊ അതിലേക്ക് ചട്ടിനി കറി പിന്നെ എന്തൊക്കെയാ ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് വെള്ളച്ചായ മതി എന്ന് പറഞ്ഞിട്ട് അതും കൂടി ആക്കി. അങ്ങനത്തെ ചായയുടെയൊക്കെ കഴിഞ്ഞോണ്ട് വീണ്ടും വണ്ടിയിൽ കയറിയിട്ട്. അപ്പൊ ചായ കുടിച്ചപ്പോൾ മക്കളെല്ലാം കൂടി ഒന്ന് ഉഷാറായിട്ട് നമ്മുടെ ഷിബിലി മോനും നമ്മുടെ ആങ്ങളുടെ മൂത്ത പുത്രനായ ഗുണ്ടുമണിയായിട്ട് ഈ സ്റ്റെപ്പ് ഇട്ട് ഇങ്ങനെ കളിക്കുന്നത്. അങ്ങനെ പിന്നെ ഒന്നിന് പോകാനുള്ളവരൊക്കെ ഒന്നിന് പോയി. പിന്നെ ചായയും കൂടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്താനുള്ള ലക്ഷ്യത്തിലല്ലോ. പള്ളി ഉള്ളതല്ലേ, ജുമ ഉള്ളതല്ലേ. അപ്പൊ പിന്നെ അത് ഒഴിവാക്കാൻ പാടില്ലല്ലോ. ആ ലക്ഷ്യത്തിൽ അങ്ങനെ ഡ്രൈവർ പറപ്പിച്ച് വിടാട്ടോ വണ്ടി. അങ്ങനത്തെ നമ്മുടെ അടുത്തുള്ള പള്ളിയിൽ തന്നെ എത്തി. അപ്പോൾ ഈ ആങ്ങളെയും അതുപോലെ തന്നെ ഇക്കും മക്കളെല്ലാവരും കൂടി അവരിവിടെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി അവിടെ ഇറങ്ങിയിട്ടാ. എന്നിട്ട് അവർ പിന്നെ ഒരു വണ്ടി വിളിച്ചോണ്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാണ്ട. വീട്ടിലെത്തിയിട്ട് വേണ്ട ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ. ചോറും കറിയും വെച്ചിരുന്നിട്ട് എന്നാലും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കാണ്ടായിരുന്നു. ബാക്കിയുള്ള അടുക്കള പണികളൊക്കെ കിടക്കായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയതിന് ശേഷം ബാക്കിയുള്ള പണി തുടങ്ങാന്ന് വെച്ചാൽ അങ്ങനത്തെ അൽഹംദുലില്ലാ ഞങ്ങൾ വീട്ടിലെത്തി. ലഗേജുകളൊക്കെ പിന്നെ ഡ്രൈവർ തന്നെ എടുത്ത് വെച്ച് തന്നിട്ട് അങ്ങനത്തെ അവനും പോയി. അവനക്ക് പള്ളിക്ക് പോകാനുള്ളതല്ലേ. അപ്പോഴേക്കത് ഞങ്ങൾ പണികൾ ഒരുവിധമായപ്പോഴേക്കത് ഹിക്കി ആങ്ങളെയും ഷിബിലിമോനും എല്ലാവരും കൂടി പള്ളിയിൽ നിന്ന് ചിരിച്ചുകൊണ്ട് വരുന്ന വരവാണിട്ടേക്കാണ് സ്വീകരിക്കാനായിട്ട് ഞാനായിരുന്നു കേട്ടോ. ഹിമ്മണെന്നുണ്ടെങ്കിൽ കുളിക്കായിരുന്നു. ഞാനും വിചാരിച്ചു കൊണ്ടാൻ പോകുന്നതുകൊണ്ട് പിന്നെ ഈ സീനൊന്നും കിട്ടൂല എന്നല്ലേ. പക്ഷെ അവർ പള്ളിക്ക് നേരെ പോയതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ മുന്നേ വീട്ടിലെത്തിയതുകൊണ്ട് ഈ സീനും കിട്ടിയില്ല. അങ്ങനത്തെ നമ്മൾ ഷിബിലിമോനും പിന്നെ ഒന്നൊന്നര കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ അവരോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും നല്ല വെറുംചോറും ബീഫും പയറുപ്പേരിയും പിന്നെ അച്ചാറും ഒക്കെ വെച്ചോണ്ട് നല്ലൊരു വെറുംചോറും കൂട്ടാനും അങ്ങോട്ടാണ് റെഡിയാക്കി. അപ്പോൾ അവൻ ആദ്യം പറഞ്ഞിരുന്നില്ല കുമ്പളം കറിയും ബീഫും മതി എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് മാറ്റി പിടിക്കാമല്ലോ. അങ്ങനെ എന്തെങ്കിലും ആ ചോറ് നിലൊക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടോ. അപ്പോഴേക്കും പെട്ടിയൊക്കെ ലീക്കാക്കാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് ഇവൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷെ നടന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഷിബിലുമാർക്ക് ദഫുള്ളതാണ്. അപ്പോഴേക്ക് പിന്നെ അവിടെ എത്തണം. അപ്പോൾ ചെറിയ കുട്ടികളുടെ എങ്ങനെയായാലും അവൻ്റെത് മിസ്സായിട്ടാണ്. അപ്പോൾ വലിയ ദഫ് അവൻ്റെത് ആകുമ്പോഴേക്ക് പിന്നെ അവിടെ എത്താമെന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴെങ്കിലും ഇൻഷാള്ള ഒഴിവിനനുസരിച്ച് അവൻ്റെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് 2 കാര്യപ്പെട്ട ബ്ലാങ്കറ്റ് കൊണ്ടുവന്നിരുന്നു. കുട്ടികൾക്ക് ഏതായാലും ഇത് കണ്ടപ്പോഴായിട്ട് സമാധാനമായി. എപ്പോഴാണ് മാമ പെട്ടി തുറക്കാന്നുള്ള ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക്. പിന്നെ അത് എന്തായാലും ഇതിനൊരു സന്തോഷം വേറെ തന്നെയാണല്ലേ. അള്ളാഹു ഏതായാലും അവർക്ക് എല്ലാ പ്രവാസികൾക്കും ആരോഗ്യവും ആയുസും ഹാഫിയത്തും ദീർഘായുസും നൽകട്ടെ അല്ലേ. ആമീൻ. പിന്നെ ചെറിയൊരു നെക്ലേസ് കൊണ്ടുവന്നിരുന്നു കേട്ടോ അവൻ്റെ മോൾക്ക്. കൂടുതൽ കട്ടിങ്ങാനൊന്നും ഇല്ല, എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെ അവനെ ഒപ്പിച്ചില്ലേ. അതന്നെ അൽഹംദുലില്ലാ. അങ്ങനെ എന്നാലും അത്യാവശ്യം സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ.
പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും കേട്ടോ, കാരണം ഇതൊക്കെയല്ല ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കലേ. അപ്പോൾ നമ്മൾ ഫിലിമോൾക്കുള്ള ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ. അവൾ ഞങ്ങളുടെ കുട്ടീനേക്കാളും ഇത്തിരി കൂടി തടി കൂടുതലുണ്ട്. അപ്പോൾ പിന്നെ അവൾക്ക് ഭാഗമുള്ളത് അവൾക്ക് ഇട്ട് കൊടുത്ത് നോക്കണ്ട. പിന്നെ നമ്മുടെ ആങ്ങളേൻ്റെ ഒരു ജുബൊക്കെ ഇട്ടിട്ട് നോക്കണ്ട. അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവനക്ക് പിന്നെ കുറവായി. അപ്പം അങ്ങനെ അവന് പോവായി. പിന്നെ ഇത് കുട്ടിപ്പട്ടാളിനും കൂടി ബലൂണും കൂടി പുറത്താക്കിയിട്ടാണ് വെള്ളം അഥവാ ഉള്ളിൽ പോകുമോയെന്ന് വെച്ചിട്ട് അത് പൊട്ടുന്നുണ്ട് ബലൂൺ. അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കൂടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കുള്ള പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി. അങ്ങനത്തെ നമുക്കുള്ള വണ്ടി വന്നു. നമ്മൾക്ക് ഇവിടെ നിൽക്കാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ, പക്ഷേ ടൈം ഇല്ലാത്തതിൻ്റെ കാരണത്താലാട്ടോ നമ്മളിന്ന് പോകുന്നത്. ഷിബിനുമോനും ഫിലിമോളൊക്കെ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ പോകേണ്ടത്, പക്ഷേ നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ, അത് ഫുള്ളതല്ലേ. അപ്പോൾ പോകുന്നും ചെയ്തു. പിന്നെ എന്തെങ്കിലും മദ്രസയിലൊക്കെ എക്സാം വരികയാണേനും പഠിക്കാനുള്ളതൊക്കെ ആണേനും. അപ്പോൾ അത് അങ്ങനെ അവരോട് ടാറ്റും സൈലൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതാ ഇറങ്ങി. അങ്ങനത്തെ വീണ്ടും നമ്മൾ ബേക്കറി കടയിൽ തന്നെ എത്തിയിട്ടാണ്. ഇവിടെ നമുക്ക് കുറച്ച് ബേക്കറികളൊക്കെ വാങ്ങേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഈ വഴിയിലൂടെ തന്നെയല്ലേ പോകുന്നത്, അപ്പോൾ നമുക്കുള്ളതൊക്കെ ഇവിടെ നിന്ന് വാങ്ങാമെന്ന് വെച്ചോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും മഗ്‌രിബ് ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട് കേട്ടോ. നല്ലോണം മഴ വരുന്നുണ്ടായിരുന്നു. പിന്നെ അതായത് രാത്രിക്കത്തെ സീനാട്ടെ ഈ കാണുന്നത് ഷിബിലുമോന് ദഫ് കഴിഞ്ഞ് വന്നു. പിന്നെ ഇക്കണെന്നുണ്ടെങ്കിൽ പുറത്ത് പോയതുമായിരുന്നു. ഫിലിമോളാണ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് കിട്ടിയതും കൂടി ഈ വീഡിയോയിലുണ്ട് ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇതിനായിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതില്ലല്ലോ. അപ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് തന്നെ ഉള്ളത് വേണം പോലെ എന്ന് അറിയുമ്പോൾ ഉള്ളത് കൊണ്ട് നമുക്കും തന്നെ അവന് ഒരു വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രവാസികളാകുമ്പോൾ വരുമ്പോൾ നല്ല സന്തോഷം, നമുക്കും സന്തോഷമായിരിക്കൂലേ. പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവർക്കും ടെൻഷനായിരിക്കും, നമ്മൾക്കും ടെൻഷനായിരിക്കൂലേ. എന്താ ചെയ്യുക, അള്ളാഹു കാക്കട്ടെ എല്ലാവരെയും. അവരുടെ ആരോഗ്യത്തിന് യാതൊരു കുഴപ്പവും ഇല്ലാതിരിക്കട്ടെ. നല്ല ആരോഗ്യമായിട്ട് അവർക്ക് ജോലി ചെയ്യാനുള്ള കഴിവ് അള്ളാഹു കൊടുക്കും ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഇതോടെ കൂടെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.